തൃക്കരിപ്പൂരിൽ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിനിടെ സംഘർഷം. LDF BJP പ്രകടനങ്ങൾക്ക് നേരെ യൂത്ത് ലീഗ് പ്രവർത്തകരാണ് പ്രകോപനം സൃഷ്ടിച്ചത്. ഒടുവിൽ പോലീസ് ഏറെ പണിപ്പെട്ടാണ് സംഘർഷാവസ്ഥയ്ക്ക് അറുതി വരുത്തിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. അഞ്ചു മണിയോടെ പാർട്ടി പ്രവർത്തകർ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ടൗണിലേക്ക് കേന്ദ്രീകരിച്ചതോടെയായിരുന്നു അസ്വാരസ്യങ്ങളുടെ തുടക്കം. തുടർന്ന് പ്രകടനവുമായി എത്തിയ BJP പ്രവർത്തകരെയാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ ആദ്യം തടഞ്ഞത്. ഒടുവിൽ പോലീസും നേതാക്കളും ഏറെ പണിപ്പെട്ട് ഇവരെ കടത്തിവിടുകയായിരുന്നു. പിന്നാലെ എത്തിയ LDF പ്രവർത്തകരെയും യൂത്ത് ലീഗ് പ്രവർത്തകർ തടഞ്ഞു. LDFന്റെ പ്രചരണ വാഹനത്തിൽ കയറി യൂത്ത് ലീഗിന്റെ കൊടികെട്ടാനുള്ള ശ്രമവും നടന്നു. തൃക്കരിപ്പൂർ മെയിൻ റോഡിൽ 1 മണിക്കൂറോളമാണ് സംഘർഷാവസ്ഥ നിലനിന്നത്. 6 മണിക്ക് കൊട്ടിക്കലാശത്തിന്റെ സമയം അവസാനിച്ചതോടെയാണ് പ്രവർത്തകർ പിന്തിരിഞ്ഞു പോയത്. പിന്നാലെ കാസർഗോഡ് നാർക്കോട്ടിക് സെൽ DYSP സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ കേന്ദ്രസേന സ്ഥലത്ത് റൂട്ട് മാർച്ച് നടത്തി. കഴിഞ്ഞ തവണ തൃക്കരിപ്പൂരിൽ കൊട്ടിക്കലാശത്തിന് മുന്നണികൾക്ക് വ്യത്യസ്ത സമയമാണ് അനുവദിച്ചിരുന്നത്. എന്നാൽ സമയം കഴിഞ്ഞിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാതിരുന്നതിനാൽ ഇത്തവണ കൊട്ടിക്കലാശത്തിന് പ്രത്യേക സ്ഥലം നിശ്ചയിച്ചു നൽകുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.